ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് 2003 UPSC ചോദിച്ച പ്രിലിംസിന് ചോദിച്ച ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിത്ത് റെഫറൻസ് ടു ദ എൻട്രി ഓഫ് യൂറോപ്യൻ പവേഴ്സ് ഇൻ ടു ഇന്ത്യ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? അതായത് യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഇവർ ചോദിച്ചിരിക്കുന്ന കറക്റ്റ് ആണ്. ഓക്കെ, ആക്ച്വലി ആൻസർ എന്താണ്? ഇൻകറക്റ്റ് ആണ്, തെറ്റായതാണ്. അവരുടെ ക്വസ്റ്റ്യൻ അവിടെ മാറിപ്പോയതാണ്. ഓക്കെ, ശരിക്കും ഇൻകറക്റ്റ് ആണ്. എന്താണ് ദ പോർച്ചുഗീസ്? ആൻസർ വരുന്നത് എ ആണ്. ദ പോർച്ചുഗീസ് ക്യാപ്ചേർഡ് ഗോവ ഇൻ 1499 1499 പോർച്ചുഗീസ് ഗോവ പിടിച്ചെടുത്തത്? അല്ല, നമ്മൾ PSCയിലും പഠിക്കുന്നതാണ് അല്ലേ. The Portuguese captured Goa on 25th November 1510. 510 അവര് പിടിക്കുന്നത്. ആരായിരുന്നു? അൽഫോൺസോ ഡി അൽബുക്കർക്ക്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. പോർച്ചുഗീസ് അഡ്മിറൽ ക്യാപ്ചേർഡ് ഗോവ ആരുടെ കയ്യിൽ നിന്നാണ്? ഇസ്മായിൽ ആദിൽ ഷാ, സുൽത്താൻ ഓഫ് ബൈജാപ്പൂർ. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. Albuquerque was helped by Krishnadevaraja, the ruler of the Vijayanagar Empire. വിജയനഗർ സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായ അൽബുക്കർക്കിന് അതിനുവേണ്ടി സഹായിച്ചു. ആക്ച്വലി ഓർഡർ ചെയ്തത് ഏതൊക്കെ ക്യാപ്ചർ ചെയ്യാനായിരുന്നു, ഏതൊക്കെ പിടിച്ചെടുക്കാനായിരുന്നു? അൽബുക്കർക്ക് വാസ് ഓൺലി ഓർഡർ ടു ക്യാപ്ചർ ഹോർമസ്, ഏദൻ, മലാക്ക. ബട്ട് ഹി തോട്ട് ഗോവ വുഡ് ബി എ ഗുഡ് ട്രേഡിംഗ് പോർട്ട് സിറ്റി. അതായത് നല്ല രീതിയിൽ വ്യാപാരം നടത്താൻ വേണ്ടിയുള്ള ഒരു പോർട്ട്, ഒരു തുറമുഖ സിറ്റിയാണത് അല്ലെ. അപ്പോ ഗോവ ലിബറേറ്റ് ചെയ്തത് എന്നാണ്? 1961. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ എ ആണ്. കാരണം പോർച്ചുഗീസുകാർ ഗോവ ക്യാപ്ചർ ചെയ്തത് എന്നാണ്? 1510 നവംബർ 25. അവർ കൊടുത്തിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആട്ടോ അവിടെ. ഇനി ദ ഇംഗ്ലീഷ് ഓപ്പൺഡ് ദർ ഫസ്റ്റ് ഫാക്ടറി ഇൻ സൗത്ത് ഇന്ത്യ അറ്റ് മസൂലിപട്ടണം. സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാർ അവിടെ ഫസ്റ്റ് ഫാക്ടറി ഓപ്പൺ ചെയ്തു. ദ ഇംഗ്ലീഷ് എസ്റ്റാബ്ലിഷ്ഡ് ദെയർ ഫസ്റ്റ് ഫാക്ടറി ഇൻ സൗത്ത് ഇന്ത്യ ഇൻ 1611 മസൂലിപട്ടണത്തിലാണ്. ഇതൊരു ടെമ്പററി ഫാക്ടറി ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. In Eastern India, the English company opened its first factory in Orissa in 1633. 1633 ഈസ്റ്റേൺ ഇന്ത്യയിൽ ഒറീസയിലാണ് അവർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓപ്പൺഡ് ഇറ്റ്സ് ഫസ്റ്റ് ഫാക്ടറി ഇൻ ഈസ്റ്റേൺ ഇന്ത്യ ഇൻ ഒറീസ 1633. ദ കമ്പനീസ് ഫസ്റ്റ് ഫാക്ടറി ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സൂററ്റ്. അതായത് കമ്പനിയുടെ ആദ്യത്തേത് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് സൂററ്റിലാണ്, ഗുജറാത്തിലാണ്. 1613. ഈസ്റ്റ് ഇന്ത്യ എന്ന് എടുത്ത് ചോദിച്ചാൽ ഒറീസയിലാണെന്നും 1633 സൗത്ത് ഇന്ത്യയിൽ ചോദിച്ചാൽ മസൂലിപട്ടണമാണ്. പക്ഷെ എന്താണ്? 1611. പക്ഷെ അതൊരു ടെമ്പററി ഫാക്ടറി ആയിരുന്നു, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഫാക്ടറി ആയിരുന്നു അത്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കാം. അടുത്തത്, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സുപ്ലെക്സ് ദ ഫ്രഞ്ച് ഓക്യുപ്പൈഡ് മദ്രാസ് ഇൻ 1746. 1746 സുപ്ലെക്സിന്റെ ലീഡർഷിപ്പിലൂടെ ഫ്രഞ്ചുകാര് മദ്രാസ് ഓക്യുപ്പൈ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. The French occupied Madras in 1746 during the War of the Australian Succession. ആ സമയത്താണ് അവര് ഫ്രഞ്ച് ക്യാപ്ചർ ചെയ്തത് മദ്രാസ്. The French viceroy at Madras was a sign of the growing rivalry between the British and French colonial powers. നമുക്കറിയാം ആ സമയത്ത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. The French Governor General at പോണ്ടിച്ചേരി ആരാണ്? ഡുപ്ലക്സ് ആണ്. Led the French occupation of Madras. ഓർത്തിരിക്കുക. അങ്ങനെ ലാസ്റ്റ് അവര് പിടിച്ചു. ഓക്കെ, അപ്പൊ അതെല്ലാം കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ തന്നത് മാറിപ്പോയതാണ്, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോവ പിടിച്ചത് ആയിരുന്നു തെറ്റായത് അവിടത്തെ. ബാക്കിയെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. With reference to Indian freedom struggle, which one of the following statements is correct? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. In 1931, കോൺഗ്രസ് സെഷൻ ഓഫ് കറാച്ചി ഓപ്പോസ്ഡ് ഗാന്ധി ഇർവിൻ പാക്ട്. ഗാന്ധി ഇർവിൻ ഉടമ്പടി കറാച്ചിയിൽ 1931 കോൺഗ്രസിന്റെ കറാച്ചി സെഷനകത്ത് അവർ അതിനെ എന്ത് ചെയ്തു? അതിനെ ഓപ്പോസ് ചെയ്തു, എതിർത്തു. ബാക്കി എല്ലാം തെറ്റാണ്. ഫസ്റ്റ് എന്താ? ദ റൗലറ്റ് ആക്ട് അറൗണ്ട് എ വേവ് ഓഫ് പോപ്പുലർ ഇൻഡിഗ്നേഷൻ ആൻഡ് റെഡ് ടു ദ ജാലിയൻ വാലാബാഗ് മെസാക്കർ എന്ന് പറഞ്ഞ എന്താണ്?
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ചുവയുള്ള ജനകീയ രോക്ഷത്തിന്റെ ചുറ്റുമാണ് റൗലറ്റ് പ്രവർത്തിക്കുന്നത്. ആണോ? അല്ല. റൗലറ്റിന്റെ ഇതിന് ശേഷം വന്ന വലിയൊരു പ്രോബ്ലമാണ് ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്, സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലഡ് ആണോ? അല്ല. ഫോർവേഡ് ബ്ലോക്ക് ആണ് സുഭാഷ് ചന്ദ്രബോസ് ഫോം ചെയ്തത്. ഭഗത് സിംഗ് ആരാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് അസോസിയേഷന്റെ ഫൗണ്ടർ ആണോ ഭഗത് സിംഗ്? അല്ല. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ചന്ദ്രശേഖർ ആസാദ്, സച്ചീന്ദ്രനാഥ് സന്യാൽ, സുഖ്ദേവ് താപ്പർ. ഇവര് മൂന്നുമാണ്. ഭഗത് സിംഗ് അതിനകത്ത് വരത്തില്ല. പക്ഷെ 1931 കറാച്ചിയിലെ കോൺഗ്രസ് സെഷൻ ഗാന്ധി എർവിൻ പാക്ടിന് ഓപ്പോസിറ്റ് ആയിരുന്നു. ദ ലീഡർ ഓഫ് ദ ബർദോളി സത്യാഗ്രഹ 1928 നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, PSC ചോദിക്കാറുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹം സർദാർ വല്ലഭായ് പട്ടേൽ നടന്നത് 1928 During the colonial period in India, what was the purpose of Whiteley Commission? Whiteley Commissionന്റെ പർപ്പസ് എന്തായിരുന്നു? Whiteley Commission എന്ന് പറയുന്നത് The Whiteley Commission, also known as Royal Commission on Labour, was a commission established in 1929. 1929 എന്തിനു വേണ്ടിയാണ്? To investigate the working conditions of the labours in India. ഇന്ത്യയിലെ തൊഴിലാളികൾ, ലേബേഴ്സ്, അവരുടെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. To report on the existing conditions of labours and to make recommendations. ലേബേഴ്സിന്റെ കണ്ടീഷൻസിന് വേണ്ടിയായിരുന്നു അത്. ഓർത്തിരിക്കുക, വൈറ്റ്ലി കമ്മീഷൻ. അടുത്തത്, in 1916 മൗലാന മുഹമ്മദ് അലി ആൻഡ് അബ്ദുൽ കലാം ആസാദ് റിസൈൻഡ് ഫ്രം ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ശരിയാണോ അത്? അല്ല. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എ ഫോൾസ് ആണ്. എ തെറ്റാണ്. The Rowlatt Act was passed by the government in spite of being opposed by all Indians of the Legislative Council. Legislative Council എല്ലാ ഇന്ത്യൻസും എന്തായിരുന്നു? റൗലറ്റ് ആക്ടിന് എഗനസ്റ്റ് ആയിരുന്നു, എതിരായിരുന്നു. എന്നിട്ടും ബ്രിട്ടീഷുകാർ അത് പാസ് ചെയ്തു. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കരി നിയമം എന്നൊക്കെ അറിയപ്പെട്ടു. ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ചെന്നത്. Which one of the following provisions were not made in the Charter Act of 1833? 1833 ചാർട്ടർ ആക്ടിൽ വരില്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമുക്കത് പെട്ടെന്ന് കിട്ടും. An Indian was to be appointed as a law member in the Governor General Councils. പോസിബിൾ ആണോ? അല്ല. അവരുടെ ഗവർണർ ജനറൽ കൗൺസിലിലേക്ക് നമ്മുടെ ഒരു ലോ മെമ്പറിനെ ഒരു ഇന്ത്യൻ ആയിട്ട് അവർ വെക്കുവോ? ഇല്ല. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ചാർട്ടർ ആക്ട് ഓഫ് 1833. The trading activities of the East India Company were to be abolished. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അബോളിഷ് ചെയ്യണം. The designation of the supreme authority was to be changed as the Governor General of India in Council. അതായത് ഗവർണർ ജനറൽ എന്നാക്കണം. അതിലേക്കും വന്നു. All lawmaking powers to be conferred on Governor General in Council. എല്ലാ ഇതും ഇതും എന്ന് പറയുന്നത് ഗവർണർ ജനറലിന്റെ ഇതിലേക്കും വന്നു. ഇൽബർട്ട് ബില്ല് നമ്മൾ പഠിച്ചതാണ്. With a reference to the colonial rule in India, what was sought by the Ilbert Bill in 1883? വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൽബർട്ട് ബില്ല്. PSC പോപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. 1883 എന്തായിരുന്നു അവർ അന്വേഷിച്ചത്? ഇൽബർട്ട് ബില്ല് എന്ന് പറയുന്നത് എന്തിനായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്. To bring Indians and Europeans. ഓപ്ഷൻ എ ആണ്. As far as the criminal jurisdiction of courts were concerned. എന്തായിരുന്നു അത്? കോടതികളുടെ ക്രിമിനൽ അധികാര പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെയും യൂറോപ്യന്മാരും തുല്യമായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു ഇൽബർട്ട് ബിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ സമയത്ത് ഏത് വൈസ്രോയി ആണെന്നൊക്കെ നമ്മൾ വേറൊരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ PSC ഇൽബർട്ട് ബില്ലിന്റെ സമയത്തുള്ള ഗവർണർ ജനറൽ ആരായിരുന്നൊക്കെ ചോദിക്കാറ് ഉള്ളതാണ്. An important aspect of the CRISP mission of 1942. 1942 CRISP മിഷന്റെ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. The creation of an Indian union with the dominant status very soon after the Second World War. രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോഴേക്കും ഇന്ത്യക്ക് എന്താണ്? ഒരു ഡോമിനിയൻ സ്റ്റാറ്റസ് കൊടുക്കും എന്നുള്ളതായിരുന്നു. നമ്മൾ പഠിക്കുന്നതാണ്. When Congress leaders condemned the Montagu-Chelmsford report, many moderates left party to form the. Moderates എല്ലാം പാർട്ടി ലെഫ്റ്റ് വിടുകയും അവർ ഫോം ചെയ്തത് ഏതാണ്? ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ ആണ്. ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ. Who headed the Indian cabinet formed in 1946? ഇന്ത്യൻ ക്യാബിനറ്റിന്റെ ഹെഡ് തലവൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ.
അപ്പോൾ ഇത് 2003 UPSC ചോദിച്ച ഹിസ്റ്ററിയുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും നമുക്കറിയാം. ഇത് ഇന്റീരിയം ക്യാബിനറ്റിന്റെ ഹെഡ് ആരായിരുന്നു, അതൊക്കെ PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. ക്രിസ്പ് മിഷൻ PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. ഇൽബർട്ട് ബില്ല് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചാർട്ടർ ആക്ട് ഒക്കെ ഡിഗ്രി മെയിൻസ് ആ ഒരു ലെവലിലും ചോദിക്കുന്നതാണ്. അപ്പൊ പഠിച്ചു വെക്കുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇതിനകത്ത് വരുന്ന മിക്ക ക്വസ്റ്റ്യൻസും PSC ഇപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന 1857 വിപ്ലവം, ഇന്റർനാഷണൽ കോൺഗ്രസ്, റൗലറ്റ് ആക്ട്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അധികം കേൾക്കാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ഇതിനകത്തൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ വന്നാലോ. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.